ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനും ചേട്ടനും കൂടി എൻ്റെ വീട്ടിൽ വന്നതാണ്. തൊടുപുഴയിലാട്ടോ എൻ്റെ വീട്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ തൊടുപുഴക്കാരിയാന്ന്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഞായറാഴ്ച ദിവസം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും മുതലക്കുടം മുത്തപ്പൻ്റെ അടുത്ത് പോകുവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ മുതലക്കുടം പള്ളിയിലേക്ക്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഒക്കെ മുതലക്കുടം മുത്തപ്പൻ്റെ അടുത്ത് പോകാറുണ്ട്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി പോകാനായിട്ട് ഇറങ്ങിയതാണേ. ഒത്തിരി നാളുകൾക്ക് ശേഷം ഓട്ടോ ബൈക്കിന് എൻ്റെ വീട്ടിൽ വരുന്നത്. ഇതാണ് വണ്ടമറ്റം പാലവും വണ്ടമറ്റം പള്ളിയും. ജനുവരി മാസത്തിലാണ് ഈ പള്ളിയിൽ പെരുന്നാൾ വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവിടെ പള്ളിയിൽ പെരുന്നാളിന് നാടകമായിരുന്നേ. ഇപ്പം നാടകമൊന്നും അല്ലാന്ന് തോന്നുന്നു. ഇപ്പം എല്ലായിടത്തും മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഗാനമേള അങ്ങനെയൊക്കെയല്ലേ. പണ്ടൊക്കെ സ്ഥിരം നാടകമായിരുന്നു എല്ലാ വർഷവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നാടകം കാണാനൊക്കെ വരുമായിരുന്നേ. അല്ലാതെയും പള്ളിയിൽ വരും. എന്നാലും നാടകം കാണാനൊക്കെ വൈകിട്ട് ഒരു 7:30 തൊട്ട് 10:30 വരെയൊക്കെ ആയിരിക്കും നാടകം. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും അടുത്തുള്ള എല്ലാ ചേച്ചിമാരും എല്ലാവരും പിള്ളേരും ഒക്കെ കൂടി ഒന്നിച്ചായിരുന്നു നടന്ന് പള്ളിയിൽ വരും. അതൊക്കെ ഇപ്പം ഞാൻ ഓർത്തു കേട്ടോ. ഇവിടെ നിന്ന് പോയതിന് ശേഷം അങ്ങനെ വരാറൊന്നുമില്ല. ഇപ്പം നാടകമൊന്നും ഇല്ലയെന്ന് തോന്നണേ. വേറെ പ്രോഗ്രാംസൊക്കെ ആട്ടോ. എന്നാലും പള്ളിയൊക്കെ കണ്ടപ്പോൾ ആ ഒരു പഴയ ഓർമ്മയിലേക്ക് പോയി. ഇപ്പം ദേ ഞങ്ങൾ ഞാർക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തൊടുപുഴയിൽ നിന്നും ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. ഇപ്പം ഞങ്ങൾ പോകുന്നത് മുതലക്കുടം പള്ളിയിലേക്കാണ്. അവിടം വരെ ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ. ഇപ്പം ഞങ്ങൾ പട്ടയംകവല എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വലിയൊരു സിറ്റി തന്നെയാണ് പട്ടയംകവല. ഇവിടെ ഒരു ബ്രദേഴ്സ് ഹോട്ടലുണ്ട്. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. കണ്ടോ, ഇതാണ് ആ ഹോട്ടല്. തൊടുപുഴ ടൗൺ ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ഫുള്ള് കടകളും കാര്യങ്ങളുമാണ് ഇനി മുന്നോട്ട്. ഓരോ ദിവസം ചെല്ലും തോറും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാട്ടോ തൊടുപുഴ. നമ്മൾ ഇന്ന് വരുമ്പോൾ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ നാളെ വരുമ്പോൾ. ദേ ഒരു ആനക്കുട്ടനെ കണ്ടോ? ഈ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളതാണ് അവൻ. അവൻ്റെ വീടാണേ അത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അവനെ അവിടെ കാണാറുണ്ട്. ആ പറമ്പിലാട്ടോ അവനെ കിട്ടുന്നത്. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പം ഞങ്ങളത് സ്ഥിരം കാണാറുണ്ട്. ഇപ്പോഴേ ഞങ്ങൾ മുതലക്കുടം എത്താറായി. നമ്മുടെ പാറുക്കുട്ടി ഇവിടെയാണ് പഠിക്കുന്നത്. മുതലക്കുടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ക്ലാസ് ഇല്ലല്ലോ. ഞങ്ങൾ പിന്നെ ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ പിള്ളേർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ തന്നെ പിന്നെ തിരിച്ചു പോയിട്ടോ. ഇതാണ് ആ സ്കൂള്. ഇവിടെ നിന്ന് തൊട്ട് അടുത്ത് തന്നെയാണ് പള്ളിയും മുതലക്കുടം ഹോളി ഫാമിലി ഹോസ്പിറ്റലും വരുന്നത്. ഈ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാട്ടോ ഞാനുണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ച സ്ഥലവും കൂടിയാണ് ഈ മുതലക്കുടം. അപ്പോൾ വളരെ അടുപ്പമുണ്ട് മുതലക്കുടമായിട്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ വളരെ തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയി ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും. അതുകൊണ്ടും കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് എത്തി. അപ്പോൾ ആ വഴിക്ക് കയറി. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആ വഴിക്ക് നമുക്ക് സ്റ്റെപ്പ് വഴി കയറാം. ഫ്രണ്ടിൽ കൂടിയാണെങ്കിൽ നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ ഇതാണ് മുതലക്കുടം പള്ളിയുടെ ഫ്രണ്ട് വരുന്നത്. വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണ് സെൻറ്റ് ജോർജ് ഫെറോന ചർച്ച്. നമ്മുടെ മുത്തപ്പനെ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അത്രയ്ക്ക് ഫേമസ് ആയ ഒരു പള്ളിയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞാനപ്പോഴത്തേക്ക് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇന്നിവിടെ ഒരു കുഞ്ഞിൻ്റെ മാമോദീസ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ നിറയെ വണ്ടികളൊക്കെ കിടക്കുന്നത്. അവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവാ. പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലെ ഫംഗ്ഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്ന കണ്ടേ. ഇവിടെയാണ് ഓഡിറ്റോറിയം വരുന്നത്. ഞങ്ങളെ പിന്നെ പരിപാടിക്ക് വിളിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ മുത്തപ്പനെ കാണാനാണല്ലോ വന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് തിരിയൊക്കെ കത്തിക്കുന്നത്. നമ്മൾ കയറി വന്ന ആ ഭാഗത്തുള്ള കൽവിളക്കിൻ്റെ അവിടെയും തിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് കത്തിക്കുന്നത്. ഇനിയപ്പോൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കാണാവേ. ഇപ്പം ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി മുത്തപ്പനെയൊക്കെ ശരിക്ക് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയേ. ഞാനും ചേട്ടനും മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ മുത്തപ്പനുമായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എൻ്റെ മുത്തപ്പൻ എന്നെ കൈവിട്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് പിണങ്ങിയായിരുന്നു. പിന്നെ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന എണ്ണത്തിനാന്നോർത്ത് പിന്നെയും ഞങ്ങൾ കമ്പനി ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു.
ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാരുണ്ട്. ആരും ഇല്ലാത്തൊരു സമയമില്ല. എപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വൈകുന്നേരമാണല്ലോ പള്ളി അടയ്ക്കുന്നത്, അതുവരെ ആൾക്കാരുണ്ട്. നല്ല ഭംഗിയില്ലേ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ആ പുൽത്തകിടിയും ഒക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാലേ. ഇനിയിപ്പോൾ ക്രിസ്തുമസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ ഇനി തുടങ്ങും. നല്ല അടിപൊളി നക്ഷത്രവും പുൽക്കൂടും ഒക്കെ ഇവിടെ വരുവേ. നല്ല വെയിലായിരുന്നേ. ഇന്നലെയൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ഇടിവെട്ടി മഴയായിരുന്നു. ഇന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല. പകല് നല്ല വെയിലും വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ഇടിയും മഴയും. ഇന്നും ഇനി അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാന്ന് തോന്നണേ, ഭയങ്കര ആവിയായിരുന്നേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുവാണ്. അപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുക. ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി. അപ്പോൾ 2 ഫ്രഷ് ലൈം പറഞ്ഞു കേട്ടോ. എന്നാ ചൂടാണെങ്കിലും ചേട്ടൻ തണുത്ത ഫ്രഷ് ലൈം കുടിക്കത്തില്ലേ. ചേട്ടന് തണുക്കാത്ത ഫ്രഷ് ലൈമും എനിക്ക് തണുത്ത ഫ്രഷ് ലൈമും. പിന്നെ ഞങ്ങൾ 2 കട്ട്ലൈറ്റും ഒരു സമൂസയും കൂടെ വാങ്ങിയേ, അതും കഴിച്ചു. ഞങ്ങൾ കയറിയ സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നണേ തിരക്ക് വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള ബേക്കറിയാണേ. ഹയർ സെക്കൻഡറി സ്കൂളും LP UP സ്കൂളും ഹൈസ്കൂളും ഒക്കെ ആയിട്ട് 2-3 സ്കൂള് ഈ മുതലക്കുടം ഭാഗത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും അവിടെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരുന്നു തിരക്ക് കുറവ്. പിന്നെ ഞങ്ങൾക്ക് സ്പീക്കർ കണക്ട് ചെയ്യാനായിട്ട് സ്പീക്കർ വയർ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണേ. ഒത്തിരി നാളുകൂടി ബൈക്കിലൊരു യാത്ര ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഈ ചേട്ടൻ പിന്നെ ഇച്ചിരി സ്പീഡൊക്കെ കൂടുതലാന്നേ, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാതെ ബൈക്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താറായി. ഇതാണ് ഞാൻ 1 തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച ഗവൺമെൻറ് UP സ്കൂൾ നെടുമറ്റം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.